ശബ്ദമാതിരത്തിൽ ഞാൻ അലിഞ്ഞു പോയ രാത്രിയിൽ കോള് കട്ട് ചെയ്ത് നീ പോയതെന്നെ പാതിയിൽ നിരങ്ങൾ നിനക്കായി സമർപ്പിച്ച് ഞാൻ നിന്റെ സ്വരത്തിനായി രാത്രികൾ മാറ്റിവെച്ച് ഞാൻ നിന്റെ കഥ കേൾക്കാൻ ഞാൻ കാതോത്തിരുന്നു നിന്റെ ചിരിയിലലിഞ്ഞു വീഴ ഞാൻ നോക്കിയിരുന്നു അയ്യവെണ്ണ നീ പോയിരല്ലേ അയ്യവെണ്ണെ വാങ്ങിയിടല്ലേ Still remember the day that I met you Hated my DMs asking hey can I kiss you At the start from the moment that I met you Gave a light to my life Take some free time. Let's react to some videos. Welcome to TF Reacts. And yes, 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. 2 ദിവസമായിട്ട് അവധി എടുത്ത് വേറൊന്നും കൊണ്ടല്ല റിയാക്ട് ചെയ്യാൻ പാട്ടുകളൊന്നും കിട്ടാത്തതുകൊണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് പഴയ പാട്ടുകളിലോട്ടൊക്കെ പോകണം. ബട്ട് ദെൻ അഗെയിൻ ഐ വുഡ് ഹാവ് ടു ഓൾറെഡി റിയാക്ട് ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ അത് പുതിയ ടേക്കുന്നതിൻ്റെ ഒരു ഫ്രഷ്നെസ് കാണത്തില്ല. ആൻഡ് ഓൾറെഡി ഫുൾ ബ്രേക്ക് ഡൗണൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അത് കുത്തിയിരുന്ന് കേട്ട് ഓരോന്നും നമ്മൾ ഡൈസെക്റ്റ് ചെയ്യണം. സോ അതിനൊക്കെ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് പുതിയൊരു പാട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് റിയാക്ട് ചെയ്യാം. ആൻഡ് സർപ്രൈസിംഗ്ലി ഇത് ഒരു ഈ സോങ് ഇറക്കിയിരിക്കുന്നത് ഭാവന സ്റ്റുഡിയോസ് ആണ്. സോ ഭാവന സ്റ്റുഡിയോസ് ഫഹദിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ അവരാണ് ഈ പാട്ട് ഇറക്കിയിരിക്കുന്നത്. ആൻഡ് പാട്ടിൻ്റെ പേര് ട്രാക്കിൻ്റെ പേരെന്ന് പറയുന്നത് ലോഗ് ക്യാ കഹേങ്കെ. സോ ദിസ് ഇസ് മലയാളം റാപ്പ് സോങ് മ്യൂസിക് വീഡിയോ ഉണ്ട്. ആൻഡ് ദിറ്റ് ഈസ് റിട്ടൺ ആൻഡ് പെർഫോംഡ് ബൈ താസിയാണ് റിട്ടൺ ആൻഡ് പെർഫോംഡ് ബൈ. സോ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അജീഷ് ആൻഡോ ആണ്. ആൻഡ് യെസ് വിത്തൗട്ട് ഫർദർ അടിക്ക് നമുക്ക് മ്യൂസിക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ, യൂസ് യുവർ ഹെഡ്ഫോൺസ്. ഓക്കെ, അച്ഛനും മോനും ആണോ? കാര്യമായിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. Something he is staring. I had to stop giving a fuck about people. നോക്ക് നിന്റെ ചുറ്റിനുമായിട് നാക്ക് കലി കട്ടണ പോലത്തെ വാക്ക് നിന്റെ നെഞ്ചിൽ കുത്തിയിറക്കണതൊക്കെ നീ കേക്കട കേക്ക് പോക്ക്. ഓക്കെ, മോന് റാപ്പർ ആവാനാണ് ആഗ്രഹം, പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, സ്റ്റോറി ഉണ്ട്. വെറുതെ അല്ല, ആദ്യം എന്തോ വലിച്ച് കീറി മുഖത്തൊക്കെ എറിയുന്നുണ്ട്. ദാറ്റ് വാസ് his writings. Oh my god. So this must be Tasi. അഭിനയിക്കുന്നല്ല. This must be Tasi. Okay. നിന്റെ ചുറ്റിനുമായിട് നാക്ക് കലി കട്ടണ പോലത്തെ വാക്ക് നിന്റെ നെഞ്ചിൽ കുത്തിയിറക്കണതൊക്കെ നീ കേക്കട കേക്ക് പോക്ക്. ആദ്യം തന്നെ ആ ഒരു ഹുക്ക് കൊള്ളാല്ലേ. നോക്ക്, നീ നോക്കണം, നോക്ക് താക്ക്, നീ നോക്കണ വാക്ക്. ഓക്കെ, ഇങ്ങോട്ടാണ് നോക്ക് ചില മനുഷ്യന് നേരം പോക്ക് അവരൊക്കെയും നിന്നെ ഇരുട്ടിലിരുത്തി പൂക്കട ഊക്ക് ജനിച്ചെന്ന് മുതക്കി നീ തലക്കുള്ളി പൊറുതി ഉലകത്തിൽ നിന്നക്കുള്ള വഴിയൊക്കെ എഴുതി പിടിച്ചവർ എണ്ണക്കത്തിലരുളി അതും കൂടെ നിന്നക്കുള്ള വഴിയൊക്കെ എഴുതി കുരുക്കിട്ട് പിടിച്ചവർ എണ്ണക്കത്തിലരുളി ഉലകത്തിൽ നിനക്കുള്ള വടിയെല്ലാം എഴുതി എണ്ണത്തട്ടിൽ നിനക്കിട്ട ലൈക്ക് ആ ഫ്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നമുക്ക് ആ സ്റ്റോറി നമുക്ക് അതിനുള്ളിൽ തന്നെ നിന്റെ പരിധി എവിടാ നിന്റെ അനുരാഗ കളരിയ ദുർമതമല്ലയെങ്കിൽ നിനക്കിന്ന് കുരുതി. ഓക്കെ, കടയിലെ കണക്കെഴുതിൻ്റെ രജിസ്റ്ററിലൊക്കെ മോൻ റാപ്പ് എഴുതുന്നത്. ഓക്കെ, ദിസ് ആക്ച്വലി കൈൻഡ് ഓഫ് റിമൈൻഡ്സ് മീ. ഞാൻ എൻ്റെ വാപ്പയുടെ കടയിൽ ഇപ്പോഴല്ല, എനിക്ക് ആ സമയത്ത് കൊച്ചിലെ റാപ്പർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നു. ഒരു ഐ തിങ്ക് ഇത് 4-5 years ബാക്ക്. ഇത് കണക്ക് വാപ്പയുടെ കടയിൽ പോയിരിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട്, പക്ഷേ സ്വന്തമായിട്ടുള്ള എഴുത്ത് കുറവാണ്. ഞാൻ ബാക്കിയുള്ളവരുടെ റാപ്പ് കാണാൻ പിടിച്ചിട്ട് അതിരുന്നാണ് എഴുതുന്നത്. ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ എഴുതാനായിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പക്ഷെ വാപ്പക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പുള്ളിക്കാരനെ ഇഷ്ടമാണ് ഞാൻ റാപ്പ് ചെയ്യുന്നതും കേൾക്കുന്നതൊക്കെ. കൂട്ടില് നിന്നെ ഇട്ട് പൂട്ടിയ ഇടത്തിൽ കൂട്ടത്തിൽ ഒരുത്തന ചോട്ടിയ വാർത്തകൾ നാട്ടിൽ പരത്തിയിട്ട് ആനന്ദമണയെന്ന തോട്ടികൾ ഇവിടെ വാടി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ റൈമിംഗ് സ്കീം എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂട്ടില് നിന്നെ ഇട്ട് പൂട്ടിയ ഇടത്തിൽ കൂട്ടത്തിൽ ഒരുത്തന ചോട്ടിയ വാർത്തകൾ കൂട്ടിൽ നിന്നെ ഇട്ട് പൂട്ടിയ ഒരുത്തിൽ കൂട്ടത്തിൽ ഒരുത്തൻ ചോർത്തിയ വാർത്തയിൽ പരത്തിയിട്ട് ആനന്ദമണയെന്ന തോട്ടികൾ ഇവിടെ വാഴണ ചെറ്റകൾ പെട്ടിക്കടയിലും നിൻകാരും ആ പാട്ട് കുറ്റം പറഞ്ഞവർ തെള്ളിയിടുന്ന ബോട്ട് വീട്ടിൽ തഴഞ്ഞില്ല നന്നേ മടുത്തിട്ട് മോനെ നിക്കണ്ട വിട്ടോ പുറത്തോട്ട്. ഈ നാട്ടിൽ നാം അജണ്ട ലോകര് കൊട്ടുന്ന ചെണ്ട പേടിച്ചോടുന്ന മണ്ട നേരെ
നോക്കാത്തതെന്താ നാട്ടില് നാമാണ് അജണ്ട ലോകര് കൊട്ടുന്ന ചെണ്ട പേടിച്ചോടുന്ന മണ്ട നേരെ നോക്കാത്തതെന്താ അച്ഛൻ രജിസ്റ്റർ നോക്കുന്നുണ്ട്. അപ്പോൾ തൂക്കി അച്ഛൻ തൂക്കി. അത് കെട്ടണ നീ വാങ്ങ ജോലി അതി വാങ്ങണ മാറൊക്കെ കൂലി പിന്നെ ആളുകൾ തിരിച്ചിടും നിൻ വില ഇവിടത് എന്തൊരു വേലി അത് കഴിഞ്ഞത് മുതലവർ ഓടി നിന്റെ പുറക്കല്ലു വട്ടം കൂടി കുഞ്ഞു കാലൊക്കെ കാണേണ്ട സമയൊക്കെ പോവല കാതില തോതി. താസി എനിക്ക് ആക്ച്വലി ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഓൾപിൽ വോസ് ചാലഞ്ച് പറഞ്ഞൊരു ചാലഞ്ച് ഇറക്കിയായിരുന്നു എബൌട്ട് ദ കേരള സ്റ്റോറി 2. അതിന് പ്രൊട്ടസ്റ്റ് ആയിട്ട് ഓൾപിൽ എന്ന് പറഞ്ഞൊരു പേജുണ്ട്, അവർ തുടങ്ങിയിട്ട് ചാലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു ചാലഞ്ചുമായിട്ട് താസി ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഏതാ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ഇതാ ഈ ചെക്കനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ അച്ഛന് പിടിച്ചില്ലേ? ഞാൻ വിചാരിച്ച് ആ എന്തൊക്കെ കണ്ടപ്പോൾ അച്ഛന് ചെറുതായിട്ടൊന്നും ചാഞ്ചാട്ടം വന്നില്ല. നിന്നിലായിട്ടാളുന്ന നേരത്തും ആളുകൾ പലവിധം പാടണ കേട്ടിട്ട് പാതിയിൽ നീയൊന്നും നിർത്തുവാൻ നിൽക്കേണ്ട പാഞ്ഞു നീയോട് നീ പാതയിലേറാ. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ജങ്ക്യാർഡിലൊക്കെ പോകണമെന്നുണ്ട്. കാരണം ടു സ്മാഷ് തിങ്സ് നമുക്ക് ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് എന്തെങ്കിലും അടിച്ചു തീർക്കാമല്ലോ. അതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ, ഇവിടെ അങ്ങനത്തെ ജങ്ക്യാർഡ്സിൻ്റെ കുറവുണ്ട്. വീട്ടില് ചോറ് വേവുന്നുണ്ട നിന്റെ പാട് നോക്കി നടന്ന കാതിൽ വേദമോദിട്ടെന്താ നിന്റെ പാട് നോക്കി നടന്നാൽ എന്താ കാതിൽ വേദം മോദിട്ടെന്താ. എന്ത് ചൊന്നാലെന്താ വീട്ടില് ചോറ് വേവുന്നുണ്ട നിന്റെ പാട് നോക്കി നടന്ന കാതിൽ വേദമോദിട്ടെന്താ. ഇവിടെ നിന്റെ അനുരാഗ ഓക്കെ ഇതിന് തന്നെ വരികളാണല്ലേ. ഓക്കെ ലോക്യാ കഹേങ്കെ നീയും നന്നായി വരേണ്ടേ ഇല്ലേ ലോക്യാ കഹേങ്കെ. ഓക്കെ ഹുക്ക് പോർഷൻ അല്ല വെയിറ്റ് ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരുന്നു? മോഹൻ നാട് വിടാൻ തീരുമാനിച്ചു. ഹി ഡിസൈഡ് ടു ഗോ ഫോർ ദ റാപ്പ് ബാറ്റിൽ. ഗുഡ് ഫോർ യു ബോയ്. പ്രൊഡ്യൂസ് ബൈ പെർഫോം ബൈ താസി. ഒക്കെ ആദ്യം കാണിച്ചതാരായിരുന്നു? ഡയറക്റ്റഡ് ബൈ സിറിൽ സിറിയാക് ഹാറ്റ്സ് ഓഫ്. നല്ലൊരു തീമായിരുന്നു അവിടെ. ആ മ്യൂസിക് വീഡിയോയും അതിൻ്റെ ഒരു തീമും ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഇൻറ്റൻസിറ്റി ഐ ലൈക്ക് ദാറ്റ്. അപ്പോൾ അതാണ് ഗൈസ് താസി ആൻഡ് അജീഷ് ആൻ്റണി കൂടെ ചേർന്നുണ്ടാക്കിയ ലോക്യാ കഹേങ്കെ നീയും നന്നായി വരേണ്ടേ പിന്നെ ലോക്യാ കഹേങ്കെ. സോ ഇറ്റ് വാസ് എന്താ പറയുന്നത്, ഒരു മൂവിങ് ആയിട്ടുള്ളൊരു മ്യൂസിക് വീഡിയോയും ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ആൻഡ് ദ ട്രാക്ക് വാസ് ഓൾസോ നൈസ്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ ട്രാക്സ് ഫ്രം താസി ഹിപ്പ് ഹോപ്പ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള റിയാക്ഷനും അഭിപ്രായം. ആൻഡ് യെസ്, അടുത്തൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെല്ലാം ടേക്ക് കെയർ ആൻഡ് സീ യു സൂൺ.